കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർബിറ്റൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3 റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ വേണ്ടി പഠിച്ചു. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പഠിച്ച ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രകാരം ഞാൻ 2 എലമെൻറ്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി പോകാം. ആ 2 എണ്ണമാണ് 24 ക്രോമിയം ആൻഡ് 29 കോപ്പർ. 24ാമത്തെ എലമെന്റ് ആണ് ക്രോമിയം, 29ാമത്തെ എലമെന്റ് ആണ് കോപ്പർ. അപ്പോൾ ഇതിൽ 24 ഇലക്ട്രോണുകളെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. 1s2 2s2 പറയണേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ അവിടെ ഓർഡർ ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു. 1s2 2s2 2p6 3s2 3p6 3p ഫുള്ളായി. 1s 2 4 10 12 18 3p ഫില്ലായി. 3p ഫില്ലായാൽ സ്വാഭാവികമായിട്ട് എവിടേക്ക് പോകണം? ഇലക്ട്രോണ് 4sലേക്ക് പോകണം. 4s2 ഇപ്പൊ 20 ആയില്ലേ. ബാക്കി എത്ര എണ്ണം ഉണ്ട്? ബാക്കി 4 എണ്ണം ഉണ്ട്. അത് 3dയിലേക്ക് പോകും. 3d4. സോ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് വഴിയാണെങ്കിൽ ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d4 4s2 ആക്ച്വലി തന്നെയാണ് 3s2 3p6 4s2 3d4 ആണല്ലോ. ഈ കോപ്പറിന്റെ ആണെങ്കിലോ, കോപ്പറിന്റെ 1s2 2s2 2p6 3s2 3p6 4s2 ബാക്കി എത്ര ഉണ്ട് മക്കളെ? 20 ആയില്ലേ? ബാക്കി 9 ഇല്ലേ? 3d9 അല്ലെ? ഇങ്ങനെ വരും. ഇതാണ് നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഈ 2 കോൺഫിഗറേഷൻ തെറ്റാണ്. ഇതല്ല ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പിന്നെന്ത് അറിയാവോ? ശരിയായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇത് തെറ്റായി നമുക്ക് പറയാം. ക്രോമിയത്തിന്റെ ശരിയായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 24 ക്രോമിയം 1s2 കേൾക്കണം, 1s2 2s2 2p6 3s2 3p6 3d5 4s1 3d5 4s1 ഇതുവരെയൊക്കെയാണ്. അത് കഴിഞ്ഞ ശേഷം 3d5 4s1. അതേപോലെ കോപ്പറിൻ്റെ 29 കോപ്പർ is 1s2 2s2 2p6 3s2 3p6 അതുവരെ ഓക്കെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയാമോ? 3d10 4s1. ഇതാണ് ശരിയായ കോൺഫിഗറേഷൻ. ഇത് 2 എണ്ണം തെറ്റാണ്, ഈ 2 എണ്ണമാണ് ശരിയായ കോൺഫിഗറേഷൻ. So there is an exception in the electronic configuration of chromium and copper. Okay, അപ്പോൾ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ പറയുന്നത് അത് തന്നെയാണ്. exceptional electronic configuration of chromium and copper. എന്തുകൊണ്ട് ഇതല്ല? ബാക്കിയുള്ളതിനൊന്നും കുഴപ്പം വന്നില്ലല്ലോ. എന്തുകൊണ്ട് ക്രോമിയത്തിനും കോപ്പറിനും ഇങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നു? അതറിയണ്ടേ? അതറിയണമെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ അറിയണം. ഒന്ന് സിമെട്രി ആൻഡ് എക്സ്ചേഞ്ച് എനർജി. അത് പിന്നീട് പറയാം, പോട്ടെ. ഓക്കെ, അതിന് മുമ്പ് വേറൊരു കാര്യം അറിയണം. ഫുൾഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഫുൾഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. ഫുൾഫിൽഡ് and half filled electronic configuration. Okay, 1s ഓർബിറ്റലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളും? 1s ആവട്ടെ 2s ആവട്ടെ 3s ആവട്ടെ 4s ആവട്ടെ. എസിൽ എത്ര ഇലക്ട്രോൺ പരമാവധി ഉൾക്കൊള്ളും? 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും. ആ 2ൽ ഒന്നേ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഒരു ഇലക്ട്രോൺ മാത്രമേ അവിടെ ഫില്ല് ചെയ്യപ്പെടുന്നുള്ളൂ. ഒരു ഇലക്ട്രോൺ മാത്രമേ ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. എങ്കിൽ ഇതിനെ നമ്മൾ പറയും
half filled configuration in S, which may be 1s, 2s, 3s. ഓക്കെ, അതിൽ രണ്ട് ഇലക്ട്രോൺസും ആ അറയിൽ രണ്ട് ഇലക്ട്രോൺസും ഉണ്ട് എങ്കിൽ അതിന്റെ പേരാണ് ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ. ഇത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ, ഇത് ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ. ഓക്കെ, ഹാഫ് ഫിൽഡ്, ഫുൾഫിൽഡ്, ഹാഫ് ഫിൽഡ്, ഫുൾഫിൽഡ്. നെക്സ്റ്റ് ഇനി പി ആണെങ്കിലോ, പി 2p ആവട്ടെ, 3p ആവട്ടെ, 4p ആവട്ടെ, മൂന്ന് അറകളുണ്ട് അതിൽ, ശരിയല്ലേ? ആ മൂന്നെണ്ണത്തിൽ ഓരോ ഇലക്ട്രോൺ മാത്രമേ ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. 6 ഒക്യുപ്പൈ ചെയ്യാം, ഓരോന്നിലും വീലെണ്ണം വെച്ചിട്ട് 6 ഒക്യുപ്പൈ ചെയ്യാം. പക്ഷെ ഓരോ അറയിലും ഓരോ ഇലക്ട്രോൺ വീലം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, ഇനി ഫുൾഫിൽഡ് ആകുമ്പോൾ ഇതില് 2, ഇതില് 2, ഇതില് 2. ഓക്കെ, ഇനി ഡി ആണെങ്കിൽ 5 അറകളുണ്ട് അല്ലെ, 5 അറകളുണ്ട്, 5 ഓർബിറ്റൽ ഉണ്ട്, 2, 3, 4, 5. ഒന്ന്, 2, 3, 4, 5. ഇത് ഹാഫ് ഫിൽഡ്. ഒന്ന് പെയർഡ് അല്ല, ഒന്നിനും പെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. then this is half filled. ഇനി എല്ലാം പെയർ ചെയ്യപ്പെട്ടു, എല്ലാം പെയർ ചെയ്യപ്പെട്ടു. then this is called fulfilled configuration. fulfilled configuration. ഓക്കെ, ഇനി എഫ് ആണെങ്കിൽ ഫുൾഫിൽഡ് ആണെങ്കിൽ 17 എണ്ണം, ഹാഫ് ഫിൽഡ് ആണെങ്കിൽ 7 അല്ല, യെസ്, ഫുൾഫിൽഡ് ആണെങ്കിൽ 16 എണ്ണം, ഹാഫ് ആണെങ്കിൽ 7 എണ്ണം. ഓക്കെ, ഈ ഫുൾഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഉണ്ട് എങ്കിൽ, എവിടെയെങ്കിലും ഫുൾഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഉണ്ട് എങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് വിൽ ഗീവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. എന്താണ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ടു ദി സിസ്റ്റം. എക്സ്ട്രാ സ്റ്റെബിലിറ്റി ടു ദി സിസ്റ്റം. ഓക്കെ, ഏതെങ്കിലും ഒരു എലമെന്റിൽ ഈ പറയപ്പെട്ട കോൺഫിഗറേഷൻ ഉണ്ട് എങ്കിൽ, ഓക്കെ, ഇങ്ങനെ ഫുൾഫിൽഡ് ചെയ്താൽ എഫ് കാണിച്ചിട്ടില്ല, ഫുൾഫിൽഡ് ആണെങ്കിലോ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഉണ്ട് എങ്കിൽ അതിനെന്തുണ്ട്, അതല്ലാത്ത കോൺഫിഗറേഷനേക്കാളും സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലാണ്. ഓക്കെ, സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോ സ്റ്റെബിലിറ്റി ഇത് ക്ലിയർ ആയാലും ഇനി ഇതിലേക്ക് തിരിച്ചു വരാം. ഇനി ഇവിടെ നോക്ക്, ഇവിടെ ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് ആദ്യം വരിക, ആദ്യം ഉണ്ടാവുക അങ്ങനെയാണ്. പക്ഷേ ഈ എസ്സിലെ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്താൽ, ഓക്കെ, എസ്സിലുള്ള 3D ഇങ്ങനെയാണുള്ളത്. 3D 1, 2, 3, 4, 5. 3D 1, 2, 3, 4. എസ്സിൽ 2 എണ്ണമാണുള്ളത്. ഇതിലുള്ള ഒരു ഇലക്ട്രോൺ, എസ്സിലുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്താൽ എന്താകും? 3D എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആവും, 4s എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആവും. അതായത് ഈ ലാസ്റ്റത്തെ 2 ഓർബിറ്റലുകൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടും. ആൻഡ് വിച്ച് വിൽ ഗീവ് ദി എക്സ്ട്രാ സ്റ്റെബിലിറ്റി ടു ദി സിസ്റ്റം. ഈ കോൺഫിഗറേഷനേക്കാളും കുറച്ച് കൂടിയ സ്റ്റെബിലിറ്റി ഇതിന് കിട്ടും. സോ സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 4sലുള്ള ഒരു ഇലക്ട്രോണ് 3Dയിലേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെയാണ് 3D5 4s1 ആയത്. അതേപോലെ ഇവിടെ 3D9 4s2 ഉള്ളത്. ഓക്കെ, 1, 2, 3, 4, 5. ഇതില് 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോൺ എങ്ങാനും ഇങ്ങോട്ട് ജമ്പ് ചെയ്താൽ 3D ഫുൾഫിൽഡ് ആയി, 4s ഹാഫ് ഫിൽഡ് ആയി. അപ്പൊ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ 3D 4sലുള്ള ഒരു ഇലക്ട്രോണ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ആ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് 4sൽ നിന്ന് ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് കിട്ടിയ ഈ കോൺഫിഗറേഷൻ ആയി. സോ എന്തുകൊണ്ടാണ് ഈ പിന്നെ എന്താ പറയാ ക്രോമിയത്തിനും 24 ക്രോമിയത്തിനും അതേപോലെ 29 കോപ്പറിനും എന്തുകൊണ്ട് ഒരു എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ വന്നു? അവിടെ ക്രോമിയത്തിലും അതേപോലെ കോപ്പറിലുമുള്ള 4s ഓർബിറ്റലിലെ ഒരു ഇലക്ട്രോൺ തൊട്ട് മുന്നിലുള്ള 3D ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യുന്നു in order to attain the extra stability by attaining half filled configuration here and fulfilled configuration here. ഇപ്പൊ ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഇതല്ലാത്തത് എന്തുകൊണ്ട് ഇത് രണ്ടായി എന്നുള്ളത് ക്ലിയർ ആയല്ലോ.
അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതുവരെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എന്നുള്ളതിന് പരിമിതി 10ാം ക്ലാസ്സിൽ ഉത്തരം കിട്ടിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ചത് വരെയാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനും ഫുൾ ഫിൽഡ് കോൺഫിഗറേഷനും എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന കോൺഫിഗറേഷനാണ്. അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജമ്പിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടന്നത്. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ +1 കുറച്ചധികം പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനും ഫുൾ ഫിൽഡ് കോൺഫിഗറേഷനും എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടാനുള്ള കാരണം എന്താണ്? പറയട്ടെ. നിങ്ങൾ പണ്ട് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത് കെമിസ്ട്രിയുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യുന്നില്ല. ഒരു ബക്കറ്റിൽ നിങ്ങൾ വെള്ളം എടുത്തു. ഓക്കെ, ആ ബക്കറ്റിൽ നേരെ പകുതി വെള്ളം എടുത്തു. വിചാരിക്കാം ആ ബക്കറ്റിൽ നേരെ പകുതി വെള്ളം എടുത്തിട്ട് ഈ ബക്കറ്റിൽ നിങ്ങൾ ഇങ്ങനെ മെല്ലെ മറിച്ചിടാൻ നോക്കി. ഇതാണ് ബക്കറ്റ് എന്ന് വിചാരിക്കാം. ബക്കറ്റിൽ നേരെ പകുതി വെള്ളമുണ്ട്. അതിന് നിങ്ങൾ എന്താണെന്ന് അറിയാം, ഇവിടെ ഇത് ബേസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളിങ്ങനെ മെല്ലെ മറിച്ചിടാൻ നോക്കി കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയാം, അത് ബാക്കിലോട്ട് തന്നെ തിരിച്ചു വരും. അത് മറിഞ്ഞു പോകില്ല, അത് ബാക്കിലോട്ട് തന്നെ തിരിച്ചു വരും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ ബാക്കിലോട്ട് തന്നെ തിരിച്ചു വരും. അത് ഫുള്ളാണ്, ബക്കറ്റ് ഫുള്ള് വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഈ ഫുള്ളോ പകുതിയോ അല്ലാത്ത രീതിയിലാണ് വെള്ളം ഫില്ല് ചെയ്തിട്ടുള്ളത് വിചാരിക്കാം. ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അറിയോ? ഇത് നേരത്തേക്കാളും പെട്ടെന്ന് അത് മറിഞ്ഞു പോകും. നിങ്ങൾ മറിച്ചിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറിഞ്ഞു പോകും. ഹാഫ് ഫിൽഡിനും ഫുൾ ഫിൽഡിനും അവിടെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അത് സെന്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇവിടെ എന്താണ് സംഗതി? ഹാഫ് ഫിൽഡും ഫുൾ ഫിൽഡും ആകുമ്പോൾ എന്തുകൊണ്ട് സ്റ്റെബിലിറ്റി കിട്ടുന്നു? ആൻഡ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ, that stability is actually given by 2 factors, which is symmetry and exchange energy. Symmetry and exchange energy. Exchange energy. Symmetry and exchange energy. എന്താണെന്ന് വെച്ചാൽ സിമ്മട്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഒരേപോലെ ആവുക. സമമിതം അതിൽ സയൻസിലുള്ള പ്രത്യേകതയാണ്. സിമ്മട്രി എവിടെയുണ്ടോ അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. സിമ്മട്രി ഉള്ളതിനെല്ലാം സ്റ്റെബിലിറ്റി കൂടുതലാണ്. അത് നമ്മൾ കുറേ ക്ലാസ് വലിയ കൂടുതൽ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് വരുമ്പോൾ ആ സിമ്മട്രീൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. സിമ്മട്രി ഉള്ളതെല്ലാം സ്റ്റെബിലിറ്റി ഉള്ളതാണ്. ഓക്കെ, അപ്പം സിമ്മട്രി ഇല്ലാത്തത് പരമാവധി സിമ്മട്രി കിട്ടാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, ഇവിടെ നോക്കി ഇത് ഫുൾ ഫീൽഡ് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഓക്കെ ഡി എടുക്കാം. 1 2 3 4 5 2 ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺ 2 2 2. ഓക്കെ, ഇത് നോക്കി ഇത് നേരെ സ്പ്ലിറ്റ് ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഡിയുടെ നേരെ നടുവിലെ കൂടി നമ്മൾ അതിനെ സ്പ്ലിറ്റ് ആക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തും ഒരേപോലെയല്ലേ ഉള്ളത് അല്ലേ? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പുറത്തും ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് സിമെട്രിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ 3Dയുടെ സെന്ററിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആണ്. That is, there is a symmetry and that symmetry will give the stability. ഓക്കെ, അത് പിന്നെ ഹാഫ് ഫീൽഡ് ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? ആ സെന്ററിലെ കൂടി ഒന്ന് നമ്മൾ കട്ടായെങ്കിൽ അപ്പുറത്തും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ ഇലക്ട്രോണിന്റെ. അപ്പോ സിമ്മട്രി ഉണ്ട് എങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഓക്കെ, 2 എക്സ്ചേഞ്ച് എനർജി. എന്താണ് എക്സ്ചേഞ്ച് എനർജി നോക്കാം. ഒരു ഓർബിറ്റൽ ഡീജനറേറ്റ് ഓർബിറ്റൽ ആണെങ്കിൽ 1 2 3 4 ഞാൻ ഡി എടുക്കുന്നു. അതിൽ ഹാഫ് ഫീൽഡ് ആണെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം.
അപ്പൊ ഈ അൺപെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് ഞാൻ പറഞ്ഞു ഈ 5 എണ്ണത്തിന് ഒരേ എനർജി അല്ലേ, 5 എണ്ണത്തിന് ഒരേ എനർജിയാണ്. അപ്പൊ ഇവർക്കൊരു ടെൻഡൻസി ഉണ്ട്, ഇയാൾക്ക് ഇവിടെയും നിൽക്കാം, ഇവിടെ എവിടെ വേണം നിൽക്കാം, ഇയാൾക്ക് ഇവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം, ഇയാൾക്ക് ഇവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം, എങ്ങനെ വേണം നിൽക്കാം, കാരണം ഒരേ എനർജിയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന അറിയാവോ, അവരുടെ അറകൾ, അവരുടെ റൂമുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട്, അതായത് ഇദ്ദേഹത്തിന്റെ ഈ റൂം ഇയാളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും, ഇയാളുമായിട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇപ്പൊ എത്ര എക്സ്ചേഞ്ച് നടന്നു? 2 എണ്ണം നടന്നു. ഓക്കെ, 2 എണ്ണം നടന്നു. ഇനി ഇദ്ദേഹം ഇയാളുമായിട്ട് എക്സ്ചേഞ്ച് നടന്നു. അപ്പൊ ടോട്ടൽ 3 എക്സ്ചേഞ്ചുകൾ പോസിബിൾ ആണ്. അപ്പൊ ഇങ്ങോട്ടുള്ളത് എണ്ണാത്തതല്ല, അത് എണ്ണിക്കഴിഞ്ഞു, ഓൾറെഡി എണ്ണിക്കഴിഞ്ഞു. ഓക്കെ, ഇത് ഇതുമായിട്ടുള്ളത് എണ്ണിക്കഴിഞ്ഞത് എവിടെ? അപ്പോ ഇവിടെ 3 ഇലക്ട്രോൺ ആണ് ഉള്ളത് എങ്കിൽ 3 എക്സ്ചേഞ്ചുകൾ നടക്കും. ഓക്കെ, എന്താ ഈ എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത അറിയാവോ? ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർബിറ്റലുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എനർജി കുറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാൻ എനർജി വേണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും റൂമുകൾ വെച്ച് മാറുന്ന സമയത്ത് അതിന്റെ എനർജി കുറഞ്ഞുകൊണ്ട് വരും. എനർജി കുറയും തോറും സിസ്റ്റം സ്റ്റേബിൾ ആവും. അതെപ്പോഴും ഓർമ്മിക്കുക, എനർജി കുറയുന്ന സിസ്റ്റം എല്ലാം സ്റ്റേബിൾ ആണ്. എപ്പോഴും എനർജി കുറയുമ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു എന്താ പറയാ, ഇത് ഫ്ലോർ ആണെന്ന് വിചാരിക്കും. ഫ്ലോർ, അവിടെ നമ്മൾ നിൽക്കുന്നു, അവിടെ ഒരാൾ കിടക്കുന്നു, വേറൊരാള് ഒരു മേശയുടെ മുകളിൽ സ്റ്റൂൾ ഇട്ടിട്ട് അതിന്റെ മുകളിൽ നിൽക്കുന്നു. ആർക്കാ സ്റ്റെബിലിറ്റി കൂടുതൽ? കൂടുതൽ കിടക്കുന്ന ആൾക്കാ സ്റ്റെബിലിറ്റി കൂടുതൽ. ഇയാൾക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. എന്തെന്ന് അറിയാവോ? ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും. അറിയില്ലേ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും mgh. ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും. അപ്പൊ ഈ തറനിരപ്പിൽ നിന്ന് അയാളുടെ ഹൈറ്റ് കൂടുതലാണ്, അപ്പൊ അയാളുടെ എനർജി കൂടുതലാണ്, പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്. അതേസമയം ഇയാൾക്ക് തറനിരപ്പിൽ നിന്നുള്ള ഉയരം വളരെ കുറവാണ്, അപ്പൊ അയാളുടെ പൊട്ടൻഷ്യൽ എനർജി കുറവാണ്. അപ്പൊ അയാൾ സ്റ്റേബിൾ ആണ്, ഇയാൾ സ്റ്റെബിലിറ്റി കുറവാണ്. ഇതിനേക്കാൾ സ്റ്റെബിലിറ്റി കുറവാണ് നിൽക്കുന്നതിന്. കിടക്കുമ്പോഴാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. എന്തുകൊണ്ട്? കിടക്കുമ്പോൾ എനർജി കുറവാണ്, പൊട്ടൻഷ്യൽ എനർജി കുറവാണ്. അതേപോലെ എനർജി കുറയുന്ന സിസ്റ്റത്തിന് സ്റ്റെബിലിറ്റി കൂടിക്കൊണ്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി? എക്സ്ചേഞ്ച് ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ അറകൾ വെച്ച് മാറുന്ന സമയത്ത് അതിന്റെ എനർജി കുറയും. ദാറ്റ് ഈസ് കോൾഡ് എക്സ്ചേഞ്ച് എനർജി. സോ എക്സ്ചേഞ്ചിന്റെ എണ്ണം കൂടുന്തോറും എക്സ്ചേഞ്ച് എനർജി കൂടും. അപ്പൊ 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എത്ര എക്സ്ചേഞ്ചുകളാണ് പോസിബിൾ ആയിട്ടുള്ളത്? 3 എക്സ്ചേഞ്ചുകൾ പോസിബിൾ ആണ്. അതേസമയം 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ ഇതാ ഈ ഒരു എക്സ്ചേഞ്ച് കൂടി ഉണ്ട്. അപ്പൊ എന്തായി? 3 പ്ലസ് ഇതാ ഇതുമായിട്ടൊരു എക്സ്ചേഞ്ച് പോസിബിൾ ആണ്, ഇതുമായിട്ട് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്, പ്ലസ് 2. ഇനിയോ ഒന്നോടെ ഇതാ ഇതുമായിട്ട് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്, പ്ലസ് 1. ടോട്ടൽ എത്ര? 6. അപ്പൊ ഇതിനേക്കാളും കൂടുതൽ എക്സ്ചേഞ്ച് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ 4 എണ്ണത്തിന് എനർജി കുറച്ചുകൂടി കുറഞ്ഞു, സ്റ്റെബിലിറ്റി കൂടി. ഇനി ഇവിടെ വന്നാലോ, ഒന്നുകൂടി വന്നാലോ കൂടുതൽ എക്സ്ചേഞ്ചുകൾ സംഭവിക്കും. സോ എക്സ്ചേഞ്ച് എനർജി ഉണ്ടാകും, റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയുടെ അളവ് കൂടും, സ്റ്റെബിലിറ്റി കൂടും. റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയുടെ അളവ് കൂടും, അതായത് സിസ്റ്റത്തിന്റെ എനർജി കുറയും. കേട്ടാ, എനർജി ഒരാളിൽ നിന്ന് പുറത്തേക്കുമ്പോൾ സിസ്റ്റത്തിന് എനർജി കുറയൂലേ? അപ്പൊ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി കൂടുമ്പോൾ, അതായത് സിസ്റ്റത്തിന്റെ എനർജി കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ എന്താണ്? ഹാഫ് ഫീൽഡ് ആണ് എങ്കിൽ എക്സ്ചേഞ്ചുകളുടെ എണ്ണം കൂടുതലല്ലേ? ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ചുകൾ സംഭവിക്കുന്നത് ഇതിലല്ലേ? അതുകൊണ്ട് അതിനെന്താവും? എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. എനർജി കുറയുന്നത് കൊണ്ട് സ്റ്റെബിലിറ്റി കൂടിക്കൊണ്ട് വരും. ഇപ്പൊ ക്ലിയർ ആയോ? എന്താണ് ഹാഫ് ഫീൽഡ് ആൻഡ് ഫുൾ ഫീൽഡ് കോൺഫിഗറേഷൻസിന്റെ കേസിൽ എന്താ പറയുക, സ്റ്റെബിലിറ്റി കൂടാനുള്ള കാരണം ക്ലിയർ ആണല്ലോ? സിമെട്രി ആൻഡ് എക്സ്ചേഞ്ച് എനർജി. ഓക്കെ.